ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടീനിയം ചെടിയുടെ കെയറിനെ കുറിച്ചും പിന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അടീനിയം ചെടി എന്ന് പറയുന്നത് നല്ല വെയിൽ വേണ്ട ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെടീനെ വെയിലത്ത് വയ്ക്കാം. നല്ല വെയിലത്ത് വെച്ചാൽ തന്നെ അടീനിയം ചെടിയിൽ നിറയെ പൂക്കളുണ്ടാവും. മഴയുള്ള ദിവസങ്ങളിൽ ചെടി നമ്മൾ ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. ഒരുപാട് വെള്ളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെടി ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ചീഞ്ഞു പോകാൻ തുടങ്ങിയെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ചെടിയെ റീപോട്ട് ചെയ്യണം. പോട്ടി മിക്സിൽ നമ്മൾ ഒരിക്കലും ചകിരിച്ചോറ് ചേർക്കാനേ പാടില്ല. നന്നായി മുട്ടുവന്ന ചെടിയിൽ ആ മുട്ടുകൾ അതുപോലെ നിന്ന് തന്നെ കൊഴിഞ്ഞു പോകുന്നത് കാണാറുണ്ട്. അത് ചിലപ്പോൾ ന്യൂട്രിയൻറ്റിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ വാട്ടറിങ് ശരിയാകാത്തത് കൊണ്ടൊക്കെ അങ്ങനെ സംഭവിക്കാം. ന്യൂട്രിയൻ ഡെഫിഷ്യൻസിക്ക് നമുക്ക് മുട്ടത്തോട് ഉണക്കി പൊടിച്ച് ചേർക്കാവുന്നതാണ്. അതുപോലെ വാട്ടറിങ് നമ്മളൊന്ന് കൺട്രോൾ ചെയ്താൽ മതിയാകും. ചെടി നന്നായിട്ട് പൂക്കാനായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. തേങ്ങാ വെള്ളം എടുക്കുക. തേങ്ങാ വെള്ളത്തിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക. അത് 2 ദിവസം അതുപോലെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം അതെടുത്ത് ആ തേങ്ങാ വെള്ളത്തിൻ്റെ ഇരട്ടി വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ വെള്ളം അടീനിയം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും വെച്ച് താഴ്ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആഴ്ചയിൽ നമുക്ക് 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്തു കൊടുക്കാം. പിന്നീട് 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് DAPയും ഇട്ട് കൊടുക്കാം. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചെടിയിൽ അതിൻ്റെ മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.